ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വൈജ അലീനനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. ആ നാസർക്ക് പൈസ കൊടുത്തുകൊണ്ട് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കേണ്ടത് എന്തിനാടി അവിടെ അന്നെ വൈജ ചീത്ത പറഞ്ഞിരുന്നത്, എന്താണ് അവിടെ ബഹളം, ബാലചന്ദ്രൻ്റെ ശബ്ദം കേട്ടാലോ, എന്താ അവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അതിനെ നാസർക്ക പോയിരുന്നു. അപ്പോൾ അയാൾ വൈജയോട് പൈസ ചോദിച്ചിരുന്നു, മാഡത്തിനോട് പൈസ ചോദിച്ചിരുന്നു. അപ്പോൾ മാഡം ഇല്ലയെന്ന് പറഞ്ഞു, ചായ കുടിക്കാനാണ് പൈസ ചോദിച്ചതെന്ന് പറയുന്നത്. അയാൾ വലിയ പൈസക്കാരനായിരുന്നു, അയാളുടെ തെമ്മാടിത്തരം കൊണ്ടാണ് ഇപ്പോൾ ഒക്കെ കുത്തുവാളെടുത്തിട്ട് ഒക്കെ പാപ്പരായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പിന്നെ നിന്നോട് പറഞ്ഞോ ചോദിച്ചു. അപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ 50 രൂപ കൊണ്ടുപോയി കൊടുത്തു മുത്തശ്ശി, പാവല്ലേ തോന്നിയിട്ടാണ് കൊണ്ടുപോയി കൊടുത്തതെന്നൊക്കെ പറയുന്നത്. അതിന് നീ വായിച്ച കൊടുക്കാത്തപ്പോൾ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അപ്പം അത് ഞാൻ അറിയാതെ ചെയ്തു പോയി, ഇനി ആവർത്തിക്കില്ല എന്ന് പറയുന്നത്. പിന്നെ കാണിക്കണം നമ്മുടെ രേവതി കുട്ടി അടച്ചിട്ട റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഗ്രേസിയമ്മ പെട്ടെന്ന് ആ റൂം എന്താ തുറന്നെന്ന് വെച്ചിട്ട് വരുന്നുണ്ട്. രേവതി കുട്ടിയെന്ന് വിളിക്കുന്നുണ്ട്. അവൾ ആകെ പിടിച്ചിട്ട് ആ ഫോട്ടോ ഒക്കെ താഴുന്നുണ്ട്. അവളോട് പറഞ്ഞ് മര്യാദയ്ക്ക് നീ വാതിൽ അടച്ചിട്ട് ഇങ്ങോട്ട് വായോ, പുറത്തേക്ക് വായോ എന്നൊക്കെ പറയും. രേവതി കുട്ടി വേഗം ആ റൂമൊക്കെ അടച്ചിട്ട് പൂട്ടുന്നുണ്ട്. പൂട്ടുമ്പോൾ ഗ്രേസിയമ്മ പറയണ്ട ഇവിടുന്ന് ചാവി കിട്ടിച്ച് അവിടെ കൊണ്ടുപോയി വെക്കുന്നൊക്കെ പറയുന്നുണ്ട്. രേവതി കുട്ടി അത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. എന്തായാലും ഗ്രേസിയമ്മ ആ റൂമിൻ്റെ അവിടെ നിന്ന് കുറേ നേരം നിന്ന് കരഞ്ഞിട്ട് താഴെ പോയി ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് രേവതി കുട്ടി ഷൂ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസിയമ്മ ശ്രദ്ധിക്കണില്ല. പിന്നെ രേവതി കുട്ടി താഴെ വന്ന് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കൂ ആൻറ്റി, എന്നോട് ക്ഷമിക്കുക, ഞാൻ അതാ ചെയ്യില്ല എന്നൊക്കെ പറയണ്ട. അപ്പോൾ അവൾ സാരല്ല പോട്ടെ ഇവിടെ കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞ് സോഫയിൽ ഇരുത്തുന്നുണ്ട് നമ്മുടെ രേവതി കുട്ടി. പിന്നെ ഗ്രേസമ്മ രേവതി കുട്ടിയോട് പറയുന്നുണ്ട്, എന്നോട് ആരാ ആ റൂം തുറക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല അത് എൻ്റെ മോൻ്റെ റൂമാണെന്ന് മാമച്ചൻ പറഞ്ഞിട്ട് ഇല്ല പറഞ്ഞിട്ട്, എന്നാൽ ഇനി അത് തുറക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. നിനക്കറിയോ എൻ്റെ മോൻ്റെ വിവാഹം വരെ നിശ്ചയിച്ചിരുന്നതാണ്, ഷെറിൻ എന്നാണ് ആ പെണ്ണിൻ്റെ പേര്, അവളായിട്ട് വിവാഹം വരെ നിശ്ചയിച്ചിരുന്നതാണ്, അതൊക്കെയാണ് ഞങ്ങളത് മറക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പിന്നെ ചോദിക്കുന്നുണ്ട്, ആൻറ്റിയെ ഷെറീൻ ഇപ്പോൾ എന്താ വേറെ കല്യാണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നീ ഇപ്പോൾ എന്തിനാ അറിയണത്, എനിക്കറിയില്ല, ഞങ്ങൾ പിന്നെ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വൈജയുടെ വീട്ടിലേക്ക് അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ആ സ്ത്രീ ആ കുട്ടീനായിട്ട് വരുന്നുണ്ട്. ആ കുട്ടിക്ക് ആ ഓപ്പറേഷന് വേണ്ടിയിട്ട് വലിയ 3000 രൂപ കൊടുത്തുള്ള ആ കുട്ടീനായിട്ട് വരുന്നുണ്ട്. ആ കുട്ടീനെ കണ്ടപ്പോൾ എന്നിട്ട് വൈജ വന്ന് തുറക്കുന്നുണ്ട്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല, ആ കുട്ടിയെ ഒന്ന് വിളിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഏത് കുട്ടി പോകുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് വന്നത് പോകുമ്പോൾ ഞങ്ങൾ ഉച്ച നേരത്തെ. അപ്പോൾ അലീന എന്ന് വിളിക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി അലീനയാണെന്ന്. അലീന എന്ന് മനസ്സിലാക്കി. അവൾ കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കഴിഞ്ഞു മോളെ, നിൻ്റെ സഹായം കാരണം എല്ലാം നേരെ കഴിഞ്ഞു, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് മിഠായിയൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് ആ കുട്ടി ഒരു മിഠായിയൊക്കെ കൊടുത്തിട്ട് അവർ പോകുന്നുണ്ട്. പിന്നെ ഉള്ളിലേക്ക് വന്നപ്പോൾ ബാലചന്ദ്രനോട് വായിച്ചാൽ പറയുന്നത്, അപ്പോളെ ഞാൻ പറഞ്ഞില്ലേ അവൾ എന്തോ ഒരു കള്ളത്തരണ്ട്, അവൾ കള്ളത്തിയാണെന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടുന്ന 3000 രൂപ ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അധ്വാനിച്ചുണ്ടായൊക്കെ അവർക്ക് അതിൻ്റെ വില അറിയുള്ളൂ, വെറുതെ കിട്ടണവർക്കാണ് ആ പൈസ വെറുതെ കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടല്ല നീ കൊടുത്തത് എന്ന് പറയുമ്പോൾ, ഇല്ല അങ്ങനെ അധ്വാനിച്ച് കിട്ടിയാലും ഞാൻ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഇപ്പോൾ പോയി ഇനിമേൽ ഇത് ആവർത്തിക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ വൈജ പറയുന്നുണ്ട്, ഞാൻ ഇത് വെറുതെ വിടില്ല, ഞാൻ അവളെ എന്തായാലും ഈ കള്ളത്തരത്തിൽ നിന്ന് പോകും, അല്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പോണ്ട് നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, അലീന എവിടെ പോകുമ്പോൾ അലീന ബാത്റൂമിലാണെന്ന് പറയുമ്പോൾ അലീന എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനപ്പോൾ അവളെ വിളിക്കുന്നത് പോകുമ്പോൾ അവളുടെ ബാഗും ഇതൊക്കെ എടുത്തിട്ട് തപ്പണുണ്ട്. ബാഗും അപ്പോൾ മമ്മിയുടെ ഫോട്ടോ കിട്ടുന്നുണ്ട്. മമ്മിയുടെ ഫോട്ടോയുടെ പിന്നെ ഒരു 500 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അവളിങ്ങനെ നോക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബബിത ഇങ്ങനെ കുറഞ്ഞ സമയത്ത് ഒരു മോതിരം കിട്ടുന്നുണ്ട്. മോതിരം കിട്ടണ സമയത്ത് ഇത് ആരുടെ ഇടിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയേണ്ടത് അവൾ എനിക്കറിയില്ല ഇത് ആരുടെ, ഇത് എൻ്റെ അല്ലേ ചോദിക്കുന്നുണ്ട്. അല്ല. അപ്പോൾ ബബിത പറയേണ്ടത് ഇത് സ്വർണ്ണമാണ് മമ്മി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയേണ്ടത് ഇത് എൻ്റെ അല്ല, അത് ആരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ എനിക്കറിയില്ല, അത് എൻ്റെ അല്ല എന്ന് പറയുന്നുണ്ട്. അവളിനെ ഞെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയും, രോഹിത് ദേഷ്യം കൊണ്ട് അലീനെ കൊടുക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് ഹരിശങ്കർ കൊടുത്തതാണ് അവൾക്ക്, ഇത് കുളപ്പള്ളിയിൽ വെച്ചിട്ട് അവൾക്ക് കൊടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഇല്ല എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്, എന്നൊന്നും എല്ലാവരും വിശ്വസിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രനൊക്കെ ആകെ ദേഷ്യം വന്നിട്ടാണ് നിൽക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.